നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഈയടുത്തൊരു സുഹൃത്ത് അയച്ചുതന്ന ഒരു വാർത്ത ശരിക്കും അതെന്നെ വല്ലാതെ ഉലച്ചു. ഒരു വൈറലായ കഥയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഇത് രാജസ്ഥാനിലെ കൃഷ്ണകുമാർ ധാക്കഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ വളരെ അസാധാരണമായൊരു പ്രതിഷേധത്തിൻ്റെയും കഥയാണ്. അതെ, ഈ വിഷയം നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കുകയാണ്. ഇതിലെ പല കാര്യങ്ങളും ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ കൃഷ്ണകുമാർ ധാക്കഡ് ചെയ്യുന്നത്? അദ്ദേഹം രാജസ്ഥാനിലെ അൻഡാ ടൗണിൽ ഒരു ചായക്കട തുടങ്ങിയിരിക്കുന്നു. അതും ഭാര്യയുടെ ബന്ധുക്കളുടെ വീടിന്റെ തൊട്ടടുത്ത്. ശരിയാണ്, ആ കടയുടെ പേര് തന്നെ വളരെ ശ്രദ്ധേയമാണല്ലേ? അതെ, 498 ടി കാഫ്. ഭാര്യ കൊടുത്ത ഗാർഹിക പീഡന കേസ് ഈ വകുപ്പ് പ്രകാരമായിരുന്നു, IPC 498A. അത് മാത്രമല്ല, പുള്ളി ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് കൈകളിൽ വിലങ്ങൊണിഞ്ഞാണ്. ഓഹോ. അതെ, കഴിഞ്ഞ 3 വർഷത്തെ തന്റെ ഒരു വേദന, അപമാനം, അതിന്റെയൊക്കെ പ്രതീകമാണ് ആ വിലങ്ങുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി. കടയ്ക്ക് ചുറ്റും ചില ബോർഡുകളുമുണ്ട് എന്ന് കേട്ടു. ഉണ്ട്. നീതി കിട്ടും വരെ ചായ തിളച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ IPC 498A, 125 വകുപ്പുകളൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഇതിലേക്ക് നയിച്ചത്? അപ്പോ 2018 കൃഷ്ണ മീനാക്ഷി മാളവിനെ വിവാഹം ചെയ്യുന്നത്. അവർ രണ്ടുപേരും കൂടി ഒരു തേനീച്ച വളർത്തൽ സംരംഭം തുടങ്ങിയിരുന്നു. അത്യാവശ്യം വിജയകരമായിരുന്നു എന്നാണ് പറയുന്നത്. 2021 അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടെന്തുണ്ടായി? പക്ഷേ കൃഷ്ണയുടെ വാദമനുസരിച്ച് 2022 ഭാര്യ പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മാതാപിതാക്കളുടെ അടുത്തേക്ക്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വകുപ്പുകൾ വെച്ച് കേസ് കൊടുത്തു. 498A ഗാർഹിക പീഡനത്തിനും 125 ജീവനാംശത്തിനും. ശരി. അപ്പോ ഈ കേസുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അദ്ദേഹം പറയുന്നത് ഇതൊരു കള്ളക്കേസാണെന്നാണ്. അത് കാരണം എല്ലാം നശിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് കോടതി കയറി ഇറങ്ങുന്നു, നീതി കിട്ടുന്നില്ല. അദ്ദേഹം ആ താരിഖ് പേ താരിഖ് എന്ന വാചകം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ തവണയും അവധി നീട്ടിക്കിട്ടുന്നു എന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. സാമ്പത്തികമായിട്ടും തകർന്നു എന്ന് പറയുന്നു. അതെ, ഒരു തകര ഷീറ്റിന് താഴെയാണ് താമസം, പ്രായമായ അമ്മയെ നോക്കണം, വലിയ മാനസിക സമ്മർദ്ദം, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓർത്താൽ തന്നെ ഭയങ്കരമാണ്. കോടതി ആവശ്യങ്ങൾക്കായി 220 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നും കേട്ടു. അതെ, ഓരോ തവണയും അത്രയും ദൂരം യാത്ര ചെയ്താണ് ഈ അൻടായിലെത്തുന്നത്. അതുകൊണ്ട് എവിടെ വെച്ചാണോ തന്നെ ഈ നിയമം ദുരുപയോഗം ചെയ്തു കുടുക്കിയത്, അവിടെ തന്നെ ഒരു ചായക്കടയിട്ട് നിയമപോരാട്ടം നടത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ടല്ലേ? ഭാര്യ മീനാക്ഷിയുടെ ഭാഗം എന്താണ്? ശരിയാണ്, മീനാക്ഷിയുടെ ആരോപണങ്ങൾ വേറെയാണ്. കൃഷ്ണ സ്ഥലം വാങ്ങാൻ വേണ്ടി അവരുടെ അച്ഛനോട് പണം ചോദിച്ചു എന്നും അത് കൊടുക്കാത്തതിന് മർദ്ദിച്ചു എന്നുമാണ് മീനാക്ഷി പറയുന്നത്. ഓഹോ. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയതെന്നും അവർ പറയുന്നു. വിവാഹമോചനത്തിന് തയ്യാറാണ്, പക്ഷെ തന്റെ പേരിൽ കൃഷ്ണയെടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കണമെന്നും മീനാക്ഷി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് സാധാരണ ഇത്തരം തർക്കങ്ങളിൽ കാണുന്നൊരു സങ്കീർണതയാണ്. അതെ, 2 പേരുടെയും ഭാഗത്ത് വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇത് അത്ര എളുപ്പത്തിൽ കറുപ്പും വെളുപ്പുമായി കാണാൻ പറ്റുന്ന ഒന്നല്ല. ശരിയാണ്. ഈ ഒരു വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇത് ചില വലിയ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് തന്നെ. തീർച്ചയായും. മൂല്യപരമായ തർക്കങ്ങൾ വ്യക്തികളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഭയങ്കരമായ വൈകാരികവും സാമ്പത്തികവുമായ ഭാരം, അത് ഈ കഥ നന്നായി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നീതി കിട്ടാനുള്ള കാലതാമസം, ആവശ്യത്തിന് പിന്തുണ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. കൃഷ്ണയുടെ പ്രതിഷേധം തന്നെ ഒരു തരത്തിൽ വ്യവസ്ഥയോടുള്ളൊരു പ്രതികരണമാണെന്ന് പറയാം. അതെ, സാധാരണ വഴികളിൽ നീതി വൈകുമ്പോൾ അല്ലെങ്കിൽ കിട്ടില്ലെന്ന് തോന്നുമ്പോൾ ആളുകൾ ഇതുപോലെയുള്ള വഴികൾ തേടും. തന്റെ വേദന ലോകം കാണിക്കാൻ ഒരു ശ്രമം. ശരിയാണ്. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണൊരു പരിഹാരം? വ്യക്തികൾക്കും സിസ്റ്റത്തിനും എന്തു ചെയ്യാൻ കഴിയും? വ്യക്തിഗത തലത്തിൽ നേരത്തെ തന്നെ നിയമസഹായം തേടുക, എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുക, പറ്റുമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, മാനസിക പിന്തുണ ഉറപ്പാക്കുക.
കൃഷ്ണയുടെ കാര്യത്തിൽ ആ അമ്മയുടെ സാന്നിധ്യം ഒരുപക്ഷെ വലിയൊരാശ്വാസമായിരിക്കും. സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നോ? വ്യവസ്ഥാപിത തലത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ചില മാതൃകകൾ നോക്കാവുന്നതാണ്. ജർമ്മനി, സ്വീഡൻ, UK ഇവിടെയൊക്കെ വരുമാനവും കേസിന്റെ മെറിറ്റുമൊക്കെ നോക്കി സാമ്പത്തിക സഹായം കൊടുക്കുന്ന രീതികളുണ്ട്. ലീഗൽ എയ്ഡ്. ഇന്ത്യയിൽ അത്തരം സാധ്യതകൾ? ഇന്ത്യയിൽ ഇപ്പോൾ കുറഞ്ഞ വരുമാനക്കാർക്ക് നിയമസഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഏപ്രിൽ 2024 കൊണ്ടുവന്നിട്ടുണ്ട്. അത് സിവിൽ കുടുംബ കേസുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് ഒരു സാധ്യതയാണ്. പിന്നെ ഈ കുടുംബ തർക്കങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ. ഇപ്പോൾ ബലാത്സംഗ കേസുകൾക്ക് ഏകദേശം 855 ഫാസ്റ്റ് ട്രാക്ക് കോടതികളുണ്ട്. അതുപോലെയൊന്ന് കുടുംബ കേസുകൾക്കും ആലോചിക്കാവുന്നതാണ്. ഒരുപക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണയ്ക്ക് ഈ താരീഖ് പേ താരീഖ് എന്ന് പറഞ്ഞ് വർഷങ്ങൾ പോകുന്നത് ഒഴിവാക്കാമായിരുന്നു. അതെ. അതുപോലെ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള വഴികളും ആലോചിക്കണം. ലിംഗഭേദമില്ലാത്ത നിയമങ്ങൾ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ അത്തരം ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ യഥാർത്ഥ ഇരകളുടെ സംരക്ഷണം കുറയാതെ നോക്കണം. അതൊരു ബാലൻസിംഗ് ആണ്. ആത്യന്തികമായി ലക്ഷ്യം എന്തായിരിക്കണം? സാമ്പത്തികമായി തകർന്നു പോകാതെ എല്ലാവർക്കും യഥാസമയം നീതി കിട്ടണം. അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിഷയം, കൃഷ്ണയുടെ കഥ, അതുയർത്തുന്ന ചോദ്യങ്ങൾ, നീതിയുടെ കാലതാമസം, അതിൻ്റെ മാനുഷികമായ ആഘാതങ്ങൾ, പരിഹാരങ്ങൾ, പിന്നെ ഈ കേസുകളിലെ 2 വശങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്. കൃഷ്ണയുടെ ഈ കൈവിലങ്ങണിഞ്ഞുള്ള ചായക്കട ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, അതൊരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ചോദ്യം കൂടിയാണ്. തീർച്ചയായും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. അതുപോലെ നിങ്ങളെ സ്വാധീനിച്ച കഥകളോ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.